ഹലോ, ഞാൻ ഇന്നലൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാനൊരു തയ്യക്കട നടത്തുന്ന ആളാണ്. ഒരു ക്ലാസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ് മുതലല്ല തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് അത്യാവശ്യം പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും ധരിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താണോ കടയിൽ ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് പകർന്നു തരാൻ എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ നമുക്കൊരു 60 ഇഞ്ച് വീതിയുള്ള, അതായത് 60 ഇഞ്ച് വീതിയുള്ള നല്ല വീതിയുള്ള തുണിയാണ്. അപ്പം നമ്മൾ ഈ പ്ലെയർ പാവാട, ഇതൊരു പ്ലെയർ പാവാടയ്ക്കാണ് ഞാൻ ഈ തുണി എടുക്കുന്നത്. ഒരു 25 ഇഞ്ച് ഇറക്കമുള്ള ഒരു കുട്ടിയുടെ പാവാടയാണ്. 25 ഇഞ്ച് ഇറക്കവും 28 ഇഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിക്കാണ് പ്ലെയർ പാവാട അടിക്കാനാണ് ഈ തുണി എടുത്തിരിക്കുന്നത്. ഇതൊരു 1.25 മീറ്റർ തുണിയുണ്ട്. പക്ഷേ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്, അതായത് വിത്ത് എന്ന് പറയുന്നത് 60 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ്. നല്ല വീതിയുള്ള, നിങ്ങൾ കഴിയണതും പ്ലെയർ പാവാടയ്ക്ക് എടുക്കുമ്പോൾ 44 ഇഞ്ച് വീതിയുള്ള തുണി എടുക്കരുത് ഒരിക്കലും. 56, 58 അങ്ങനെയുള്ള തുണി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊരു ബിറ്റ് വരത്തില്ല. അതായത് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് വരുന്നിടത്ത് ഒരു ബിറ്റ് വരത്തില്ല. അപ്പം നമുക്ക് തയ്ച്ച് വരുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടും താഴ്വശത്ത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇറക്കത്തിൽ തയ്ക്കുമ്പോൾ നമുക്ക് താഴെ കണ്ടിട്ടില്ലേ, താഴെ ഒരു ബിറ്റ് ഇങ്ങനെ അടിച്ചേക്കുക. അതെന്തുകൊണ്ടെന്നാലും വീതി കുറഞ്ഞ തുണി എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിപ്പോൾ 60 ഇഞ്ച് വീതി, അതായത് ഇതാണ് ഇതിൻ്റെ വീതി, ഇതാണ് ഇതിൻ്റെ വീതി. അറിയാമല്ലോ, 60 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തുണിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയർ കിട്ടും. അപ്പോൾ തുണി കുറച്ച് മതി. അതല്ല എങ്കിൽ നമ്മൾ 44 ഇഞ്ച് വീതിയിലുള്ള തുണി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയറിന് തുണിയും കൂടുതലാവും. പക്ഷേ എത്ര തുണി ഇട്ടാലും താഴത്ത് ഇറക്കം ശരിയാവാതെ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ബിറ്റ് കൊടുക്കേണ്ടി വരും. അതായത് കോണായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇത് ഞാനിന്നിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു ചെറിയ പോർഷൻ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. എന്നാലും നിങ്ങളിത് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിത് ആരംഭിക്കുവാണ്. കാരണം ഇത് ഒരു 1.25 മീറ്റർ തുണിയാണുള്ളത്. അതായത് നല്ല വീതിയുള്ള തുണി ആയതുകൊണ്ട് 1.25 തുണി എടുത്തിട്ട് ഈ കൃത്യമായിട്ട് രണ്ടായിട്ട് മടക്കാം. ഫ്ലെയർ പാവാടയാണ്, കുട്ടികൾക്ക് ഇടാനുള്ളതാണ്. 25 ഇഞ്ച് ഇറക്കവും 28 ഇഞ്ച് ഇടുപ്പ് വണ്ണമുള്ള ഒരു കുട്ടിക്കാണ്. അപ്പോൾ 28 ഇഞ്ച് ഇടുപ്പുള്ള ഒരു കുട്ടിക്ക് ഒരു 33 ഇഞ്ച് ഇടുപ്പ് വണ്ണമായിട്ട് വെട്ടിയിട്ട് വേണം എലാസ്റ്റിക് ഇടാൻ. എലാസ്റ്റിക് ഇടാനാണെങ്കിൽ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ചോളം കൂടുതലിടണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിടിച്ച് കയറ്റി ഇടാകുമ്പോൾ ഇവിടെ ടൈറ്റായിരിക്കണം, പക്ഷേ ഇവിടെ വണ്ണം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറ്റി ഇടാനോ മുകളിൽ കൂടെ ഇടാനായിരുന്നാലും 32 ഇഞ്ച് വണ്ണത്തിൽ കട്ട് ചെയ്തിട്ട് വേണം 28 ഇഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിക്ക് എടുക്കാൻ. 28 ഇഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിക്ക് എടുക്കുമ്പോൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ 22, 24 മതി. അതിൽ കൂടുതൽ എടുക്കരുത്. 22, 24 അത് ഇലാസ്റ്റിക്കിൻ്റെ വലിപ്പം അനുസരിച്ച് ഇരിക്കണം. കാരണം ഇലാസ്റ്റിക് ചെറുതാണെങ്കിൽ അതായത് നമുക്ക് ഫ്ലെക്സിബിൾ കൂടുതലായിരിക്കും. ഇലാസ്റ്റിക്കിൻ്റെ വലിപ്പം കൂടുന്തോറും ഫ്ലെക്സിബിൾ കുറവായിരിക്കും. അപ്പം വലിപ്പം കൂടുന്തോറും ഇഞ്ചിൻ്റെ അളവ് കൂട്ടണം. അതായത് നമുക്ക് 22 ഇഞ്ച് 1 ഇഞ്ച് വണ്ണം കട്ടിയുള്ള ഇലാസ്റ്റിക്കിനാണെങ്കിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് കട്ടിയുള്ള ഇലാസ്റ്റിക്കിന് നമ്മൾ 20 ഇട്ടാൽ മതി. 24, 25 വരെ കിട്ടും. പക്ഷേ 24 ഇടുമ്പോൾ കറക്റ്റ് 28 കിട്ടും. അതായത് 3/4 ഇഞ്ച് ഇലാസ്റ്റിക് ആയിരുന്നാലും 1 ഇഞ്ച് ഇലാസ്റ്റിക് ആയിരുന്നാലും 1.5 ഇഞ്ച് ഇലാസ്റ്റിക് ഇടുവാണെങ്കിൽ അത് തിരിച്ച് 2 ഇഞ്ച് കൂടുതലാക്കണം. അല്ലെങ്കിൽ ഒരു മിനിമം 1.5 ഇഞ്ചെങ്കിലും കൂടുതലാക്കണം. കാരണം ഇലാസ്റ്റിക്കിൻ്റെ വണ്ണം അതായത് കനം കൂടുന്തോറും അതിൻ്റെ ഫ്ലെക്സിബിൾ കുറയും. അപ്പം നമുക്ക് ഇത്തിരി കൂടുതലിടണം. അതാണ് ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ സമയം കിട്ടത്തില്ല, വീഡിയോയ്ക്ക് ഒരുപാട് ലെന്ത് കൂട്ടാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിത് നിങ്ങളിലേക്ക് പെട്ടെന്ന് പകർന്നു തരാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഇന്നത്തേക്ക് സ്റ്റാർട്ടാണ്. കാരണം എനിക്ക് സ്റ്റാൻഡ് കിട്ടിയിട്ടില്ല മൊബൈൽ കഴിപ്പിക്കാൻ. അപ്പം മൊബൈൽ വെക്കാനുള്ളൊരു അസൗകര്യം ഉള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഇന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ വാക്ക് പാലിക്കുവാണ്. ഞാനൊരു തൽക്കാലം ഇതൊരു പാവാട വെട്ടാൻ മാത്രമായിട്ട് ഇതെങ്ങനെയാണ് വെട്ടുന്നതും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഇതിപ്പോൾ രണ്ടായിട്ട് സെയിം ആയിട്ട് മടക്കിയെടുക്കുക. അതായത് രണ്ടായിട്ട് നമ്മൾ സെയിം ആയിട്ട് മടക്കിയെടുക്കുക. അതായത് മടക്കുന്നത് ഈ വീതി ഇങ്ങനെ ഇട്ടിട്ട് വേണം മടക്കാൻ. ഇത് ഇപ്പോൾ 1.25 മീറ്റർ തുണിയാണ്. ഇതിൻ്റെ വീതിയാണിത്. ഇങ്ങനെ വേണം മടക്കാൻ. ഇങ്ങനെ മടക്കിയിട്ട് നൂത്ത് പിടിക്കുക. നൂത്ത് പിടിച്ചിട്ട് ഇതിനെ വീണ്ടും രണ്ടായിട്ട് മടക്കുക. അപ്പോൾ ഇത് നമുക്ക് സ്ക്വയറായിട്ട് ഒരു 4 പീസായിട്ടുള്ള മടക്കാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, 4 പീസ്. അപ്പോൾ ഇത് 2 രീതിയിൽ വെട്ടാം. ഈ 4 പീസിൽ ഇതിൻ്റെ സൈഡിൽ തയ്യലേ വരത്തില്ല കേട്ടോ. ഈ 4 പീസ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ കോണോട് കോണ് ചേർത്ത് പിടിക്കുക. അതായത് ഇങ്ങനെ പിടിക്കുക. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മുട്ടിപ്പിന് എപ്പോഴും
ഈ പിന്ന് നമ്മൾ കരുതിയിരിക്കണം തയ്ക്കാനായിട്ട്. കാരണം ഒരു തുണ്ട് നീങ്ങിപ്പോയാൽ അതിന് ഇഞ്ചിന് വ്യത്യാസം വരും. അപ്പം നമ്മളിതാ ഈ ഒരു പൊട്ടിപ്പിന് ഈ എൻഡിൽ ആദ്യം കുത്തുക, എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ ലാസ്റ്റ് ഈ എൻഡിലും കുത്തുക. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, കാരണം സ്റ്റാൻഡ് കിട്ടിയിട്ടില്ല. എനിക്ക് നാളെ സ്റ്റാൻഡ് വരത്തുള്ളൂ. സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കണക്കിന് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ എൻഡ് ഈ ഒരു മുട്ടിപ്പിന് ഇവിടെയും കുത്തുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 28 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. അപ്പം നമ്മൾ മീറ്റർ എടുക്കുന്നു. ആദ്യം നമ്മൾ ഇവിടുത്തെ വണ്ണം എടുക്കുന്നു. ഇതിപ്പോൾ എത്ര പീസ് ഉണ്ടെന്ന് അറിയാമോ? 8 പീസ് ഉണ്ടാവും. അതായത് 2, 4, 6, 8 4 മടക്കാണ്. അപ്പോൾ 8 പീസ്, അതായത് 4 മടക്കിൽ ഇവിടെ 8 പീസ് ഉണ്ടാവും. അപ്പോൾ 8 പീസ് 28നെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 8 പീസ് ആക്കണം. അതായത് 28നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 4 പീസ് ആക്കണം. അപ്പോൾ 28 എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു 4 ഇഞ്ച് ഇലാസ്റ്റിക് ഇടുമ്പോൾ 4 ഇഞ്ച് കൂടുതൽ എടുക്കണം. 4 5 ആയാലും കുഴപ്പമില്ല, കാരണം കുട്ടികളുടെ ശരീരഘടന പോലെ ഇരിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു തുണി തയ്ക്കുമ്പോൾ ആ ശരീരഘടന എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ തയ്ച്ചാൽ മാത്രമേ നമുക്ക് തുണി കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പം ഓരോരുത്തരുടെയും ശരീരം ഒരുപോലെയല്ല. ചിലർക്ക് താഴ്വശത്ത് വണ്ണം കൂടുതലായിരിക്കും, ചിലർക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരുപാട് ലൂസ് എടുക്കുക. അപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ, ഇത്തിരി കട്ടിയൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ നമ്മളിപ്പം മുകളിലോട്ട് കയറ്റുമ്പോൾ ഒരു 5 ഇഞ്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ 5 ഇഞ്ച് കൂടുതൽ എടുക്കുമ്പോൾ 32, 28, 4. ഇപ്പം ഞാനിപ്പോൾ 4 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് അത്ര വണ്ണമുള്ള കുട്ടിയല്ല, 4 ഇഞ്ചാണ് എടുക്കുന്നത്. 4 ഇഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്കതിന് 32 ഇഞ്ചാണ് എടുക്കുന്നത്. 32നെ നമുക്ക് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അറിയാലോ എത്ര വരുമെന്ന്. 32ൻ്റെ പകുതി 16, 16ൻ്റെ പകുതി 8, അതിൻ്റെ പകുതി 4. അപ്പോൾ ഇവിടെ കറക്റ്റ് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. അതായത് ഇതാ ഇത്രയും ഈ കോണ് വെച്ചിട്ട് 4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു വര കൊടുക്കുന്നു. അപ്പോൾ കണ്ടോ 4 ഇഞ്ച്, 4 ഇഞ്ചിൽ 4 വെച്ചിട്ട് 8 പീസുണ്ട്. അപ്പോൾ 32 ഇഞ്ച് വരും. 4 4 8, 8 8 16, 16 16 32. എന്നിട്ട് നമ്മൾ മീറ്റർ പിടിക്കാനുള്ളത് ഇങ്ങനെയാണ്, ഇതാ ഇങ്ങനെ. അപ്പോൾ ഇവിടെ മുതൽ എത്ര ഇഞ്ചുണ്ട്? ഇത് ഈ വരയിട്ടയ്ക്കുന്ന ഭാഗം 4.5 ഇഞ്ചാണ് കാണിക്കുന്നത്. അതായത് ഈ മുക്ക് മുതൽ ഈ കോണ്, അതായത് ഈ എൻഡ് മുതൽ ഇവിടെ വരെ 4.5 ഇഞ്ചാണ് കാണിക്കുന്നത്. അപ്പം 4.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് കൊടുത്തിട്ട് ആ 4.5 ഇഞ്ച് മുതൽ, അതായത് അവിടെ നിന്ന് 4.5 ഇഞ്ച്, അപ്പം 25 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പം നമുക്ക് 29.5 ഇഞ്ച് നമ്മൾ പിടിക്കണം. ഈ ഇവിടെ നെൻഡിന് പിടിക്കണം. നിങ്ങൾക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഒരു മുട്ടിപ്പിന്നോ ഒരു എന്തെങ്കിലും പ്രഷർ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വെയിറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് മിഡിലൂടെ പിടിക്കുക. അപ്പം 29.5 ഇഞ്ച് വരണം അല്ലേ? 4 ഇഞ്ച്, ഇവിടെ 4.5 ഇഞ്ച് നമുക്ക് വേണ്ടത് 25 ഇഞ്ച് ഇറക്കാം. അപ്പം 29.5 ഇഞ്ച് ഇതാ ഇവിടെ വരുന്നുണ്ട്, 29.5 ഇഞ്ച്. അപ്പോൾ 29.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക. 29.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് നടുക്ക് കൊടുത്തു. എന്നിട്ട് ഈ മീറ്റർ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം. കണ്ടോ 29 നമ്മളിപ്പോൾ 29 ഇതിൽ കിട്ടുന്നത്. 29.5 ഉണ്ട്, 29.5 ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇത് വെച്ചിട്ട് ഈ റൗണ്ട് ചെയ്ത് ഈ മീറ്റർ വിടരുത്, ഇവിടെയും വിടരുത്, ഇവിടെയും വിടരുത്, കറക്റ്റ് എടുക്കണം. ഇവിടെ നിന്ന് വരച്ചെടുക്കണം. അതായത് നമ്മൾ റൗണ്ട് ചെയ്ത് കണ്ടോ, നമ്മൾ മാത്സിനൊക്കെ വരയ്ക്കൂലേ അതുപോലെ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് തന്നെ പിടിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് വെട്ടാനും എളുപ്പമാണ്. ഈ സൈഡിൽ, അതായത് രണ്ട് സൈഡ്, ഒരു സൈഡിലും തയ്യൽ വരത്തില്ല. തയ്യൽ വരുന്നത് മുകളിലും ഈ താഴത്ത് മാത്രമേ വരൂ. വേറെ ഈ പാവാടയ്ക്ക് വേറെ എങ്ങും തയ്യൽ വരത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഈ വരയിട്ട ഭാഗമില്ലേ 4 ഇഞ്ച് വീതം വരയിട്ട ഭാഗത്ത് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ 29.5 എടുത്തില്ലേ? അപ്പോൾ 29.5ൽ ഇത്രയും 4.5 ഇഞ്ച് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയാണ് 25 ഇഞ്ച്. മനസ്സിലായല്ലോ? ഇത്രയും കട്ട് ചെയ്ത് പോയി. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് ഈ വരച്ച ഭാഗത്തൂടെ കറക്റ്റ് റൗണ്ട് ചെയ്ത് നമ്മൾ വെട്ടുന്നു. കണ്ടല്ലോ? ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പിന്ന് അങ്ങ് മാറ്റുന്നു. ഈ പിന്ന് മാറ്റി കഴിഞ്ഞിട്ട് നമ്മളിതെടുക്കുമ്പോൾ കണ്ടോ 4 പീസും കൂടെ 3 വരുന്നുണ്ട്. ദേ കറക്റ്റ് കണ്ടോ പ്ലെയർ പാവാട കണ്ടോ, കറക്റ്റ് പ്ലെയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇന്നത്തേക്ക് സോറി, ഇന്നെനിക്ക് സ്റ്റാൻഡ് കിട്ടിയിട്ടില്ല. നാളെ ഞാൻ സ്റ്റാൻഡോടുകൂടെ സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ഞാൻ ചെയ്യാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ 32, ഇവിടെ 32, ഇവിടെ നമ്മൾ
കറക്റ്റ് കണ്ടോ, ഒരു കോണോ ഒന്നും വരത്തില്ല, കറക്റ്റായിട്ട് പിടിച്ച് തയ്ക്കാൻ പറ്റും. അത് ഇതാ ഈ പാവാട, ഇതിന് ലൈനിങ് വേണമെങ്കിൽ ഇതിൻ്റെ അതേ പീസ് തന്നെ ഇത് തന്നെ വെച്ചിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടോ, അല്ലാതെ നമുക്കിതിന് ഇത്രയും പ്ലെയർ വേണമെന്നില്ല, പ്ലെയർ കുറച്ചിട്ട് വേണമെങ്കിൽ ലൈനിങ് എടുക്കാം. ഇതുപോലെ അത് ഞാൻ നാളെ പഠിപ്പിക്കാം. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ബാലൻസ് പീസ് ഇതായിരിപ്പുണ്ട് അല്ലേ, ഇതിൻ്റെ കോൺ വരുന്ന ബാലൻസ് പീസ്. ഒരിക്കലും ഇവിടുത്തെ പട്ടയ്ക്ക് കോൺ പീസ് എടുക്കല്ലേ, കോൺ പീസ് എടുത്തു കഴിഞ്ഞാൽ ചുളുക്ക് വരും. അപ്പം നമുക്ക് ഇതിൻ്റെ ബാലൻസ് നെടു പീസ് ഉണ്ടാവും. അപ്പം അതിൻ്റെ നമ്മൾ ഈ മടക്കിയിട്ട് 32 വരുന്ന രീതിയിൽ എടുക്കണം. 32 എന്ന് പറയുമ്പോഴത്തേക്ക് 16 ഇഞ്ച്, അതായത് ഇപ്പോൾ 2 പീസാണ്. ഒറ്റ പീസ് കിട്ടുമെങ്കിൽ ഒറ്റ പീസ് എടുക്കുക, അതല്ല തുണി തികയാത്തന്നെ 2 പീസ് എടുക്കുക. ഇതിപ്പോൾ ഒറ്റ പീസ് കിട്ടുന്നത് കൊണ്ട് ഞാനിതാ 16 ഇഞ്ച് ഒരു സൈഡ് 16 ഇഞ്ച് വരുന്ന ഭാഗം വെച്ച് വെട്ടുക. ഒരു സൈഡ് നമുക്ക് 16 വേണം. 16 എന്ന് പറയുമ്പോൾ ഇത്രയും 16 ആണ്. 16 32, അര ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 32 ഇട്ടെടുക്കുമ്പോൾ നമുക്കിതിന് എലാസ്റ്റിക് ഞാൻ ഇടുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ 1.5 ഇഞ്ച് എലാസ്റ്റിക് ഇടുവാണെങ്കിൽ പട്ട എത്ര എടുക്കണം? 3.5 ഇഞ്ച് എടുക്കണം. അതായത് 3 ഇഞ്ച് പട്ടയും വരണം, അര ഇഞ്ച് തയ്യൽ തുമ്പും വരണം. അപ്പം 4 ഇഞ്ച് എടുത്തിട്ട് വെട്ടാം. അപ്പം അര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വരെ 3 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ മടക്കിയെടുത്താണ് ഇലാസ്റ്റിക് വെക്കുന്നത്. അപ്പം 4 ഇഞ്ച്. അപ്പം 4 ഇഞ്ചിന് ഇവിടെ വെച്ചിട്ട് സ്കെയിലെടുത്തൊരു വര കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കേണ്ട, അല്ലാതെ വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടുക, അല്ലെങ്കിൽ വരയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എളുപ്പ വഴിയിൽ എങ്ങനെ ഒരു ജോലി പഠിക്കാം എന്നുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് എടുക്കും പോലെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ് എടുക്കും പോലെ ആണെന്ന് കരുതരുത്. ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് നമ്മളിതിനെ വെട്ടിയെടുക്കുന്നു. വെട്ടിക്കഴിഞ്ഞല്ലോ. ഇതാണ് പീസ്, ഇലാസ്റ്റിക് ഇടാനുള്ള പീസാണിത്. ഇതിനെ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ട് ഇത്രയും ഇങ്ങനെ അടിച്ചെടുക്കണം. ഇത്രയും നമ്മൾ അടിച്ചെടുത്തിട്ട് റൗണ്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ നമ്മൾ മടക്കിയെടുക്കണം. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് മടക്കുക. ഇത് തയ്ക്കാനുള്ളത് ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇന്ന് ഇത്രയും കണ്ടല്ലോ. എന്നിട്ട് നമ്മളിവിടെ റൗണ്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്. അത് നാളെ നിങ്ങൾ പറഞ്ഞു തരാം. 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് വയ്ക്കാൻ പട്ട ഇത്രയുമാണ്. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇത്രയും അര ഇഞ്ച് പോകുമ്പോൾ കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കും 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്. ഓക്കെ, ബൈ. ബാക്കി ഭാഗം നാളെ. ഓക്കെ, അതുവരേക്കും ബൈ.